ഇന്ന് ഞാൻ നല്ലൊരു കോവയ്ക്ക ഉപ്പേരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അതിനായിട്ട് വീട്ടിലുള്ള കോവയ്ക്ക തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള കോവയ്ക്ക പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോവയ്ക്ക നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലൊരു ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു കോവയ്ക്ക 2 പീസാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ തന്നെ നമ്മൾ ഉപ്പേരിക്കുള്ള കോവയ്ക്ക റെഡിയാവും. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോവയ്ക്ക ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. അതിനായി ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, ചുവന്ന മുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ചട്ടി ചൂടാക്കിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് അതിലേക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും, പിന്നെ കോവയ്ക്കയ്ക്ക് പൊതുവേ വേവ് കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മളുടെ സ്വാദിഷ്ടമായ കോവയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റാണ് നമുക്ക് ഈ കോവയ്ക്ക ഉപ്പേരി തയ്യാറാക്കാൻ വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത്.